നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ മനുശങ്കർ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. അലീന പോയതിനു ശേഷം അങ്ങനെ മനു വരവൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണമോളും ബബിതയും കൂടെ സിറ്റ് ഔട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനുശങ്കറിന്റെ വരവ്. മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. മനുവേട്ടാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഓടി അങ്ങ് ചെന്നു. ആഹാ, ഇന്ന് നിനക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമല്ലേ? അതുകൊണ്ടല്ലേ മനുവേട്ട ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കണേന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇവിടുത്തെ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ? അല്ല, അലേനെ പോയതിനു ശേഷം അലേന ചേച്ചി പോയതിനു ശേഷം മനുവേട്ടൻ ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലോ. കൃഷ്ണമോളുടെ പരിഭവമാണ്. അത് പിന്നെ എനിക്ക് ജോലി തിരക്ക്. എടി കൃഷ്ണേ, ഈ ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ മുമ്പ് മനുവേട്ടൻ ഉണ്ടായിരുന്നു ബബിത പറഞ്ഞു. എന്നിട്ടോ മനുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. വന്നിട്ട് കാര്യമില്ലല്ലോ, കാണേണ്ട ആൾക്കാരൊന്നും ഇല്ലല്ലോ. മനുശങ്കരെ കളിയാക്കുവാണ്. ആഹാ, നിങ്ങളൊക്കെ ആള് കൊള്ളാലോ എന്ന് പറഞ്ഞു. എന്നെ അങ്ങനെ കണ്ടിരിക്കുന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഭവിത പറഞ്ഞു, അതെ മനുവേട്ട, ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. അല്ല, എന്ത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ അമ്മയച്ഛനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്കിന്ന് അവധിയുള്ള ദിവസമല്ലേ. ആന്റി ബാങ്കിൽ പോകാൻ തുടങ്ങിയ പിന്നെ പോയി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആഹാ, എങ്ങനെയുണ്ടിപ്പം? ബെസ്റ്റ്, നല്ല കഥയെന്ന് പറഞ്ഞു. അല്ല, അങ്കിളിൻ്റെ അടുത്ത് ആന്റി എങ്ങനെയാ, അടുപ്പത്തിലാണോ അതോ അവര് തമ്മിൽ അടിയാണോ എന്ന് ചോദിച്ചു. എൻ്റെ മനുവേട്ട, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അതെന്താടി ബബിത നീ അങ്ങനെ പറഞ്ഞേ? അമ്മ ചോദിച്ച് വാങ്ങിക്കുമല്ലേ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിള്ളി അച്ഛനെ ചെല്ലും. അച്ഛനും ഒരെണ്ണം കൂടെ കൊടുക്കും. പിന്നെ ഒരാഴ്ചത്തേക്ക് അമ്മയ്ക്ക് അടക്കമാവും. പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അല്ല, അച്ഛനെയും പറഞ്ഞിട്ട് കാര്യമില്ല. കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കിള്ളി കടി മേടിക്കുന്ന പറഞ്ഞ പോലെയാ കൃഷ്ണമോളുടെ വകയാണിത്. വെറുതെ ഇരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് കിള്ളിക്കൊണ്ടല്ലേണ്ട കാര്യം വല്ലതും അമ്മയ്ക്കുണ്ടോ? ഞങ്ങൾ പുറത്തു പോയാൽ കുഴപ്പം. അച്ഛനെയും കൂട്ടി പുറത്തു പോയെന്ന് പറഞ്ഞു. ഇവിടെ എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. അച്ഛൻ വിട്ടു കൊടുക്കുമോ? നേരത്തെ അച്ഛനൊന്നുമല്ല. ഒന്ന് കാണണം എൻ്റെ മനുവേട്ടാ. ആഹാ, അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധാന്തരീക്ഷമാണോ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി വാതിക്കലേക്ക് വരുന്നേ. മനുശങ്കറെ കണ്ടു ചോദിച്ചു, നീ ഇതെപ്പോൾ വന്നു? ഞാനിത് ഇപ്പോൾ വന്നോളൂ ആൻറ്റി. നീ എന്താടാ അവിടെ നിൽക്കുന്നേ? അല്ല, ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങ് നിന്നേ ഉള്ളൂ. അല്ല, നിങ്ങൾ എന്താടി അവരെ അവിടെ പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അകത്തേക്ക് വിളിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. അതെ, വിളിക്കേണ്ട കാര്യമൊന്നുമില്ലോ, മനുവേട്ടന് കയറി വരാൻ അറിയാമെന്ന് കൃഷ്ണമോളും പറഞ്ഞു. അങ്ങനെ മനുശങ്കർ അകത്തേക്ക് വന്നപ്പോഴത്തേനും ഒരാക്കിയുള്ള വർത്താനം വൈജയന്തി പറയണു. ഇപ്പം നിന്റെ പൊടി പോലും കാണുന്നില്ല മനു ഇങ്ങോട്ട് എന്ന് ചോദിച്ചു. അത് പിന്നെ തിരക്കൊക്കെ ഉണ്ട്. നിന്റെ തിരക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. മറ്റോള് പോയതിന് ശേഷം ഇപ്പം നിനക്ക് ഭയങ്കര തിരക്കാണല്ലോ. അല്ലെങ്കിൽ ഒരു തിരക്കും ഇല്ലായിരുന്നു. അല്ല, കവലേച്ചിയൊക്കെ എന്ത് പറയണമെന്ന് ചോദിച്ചു. അമ്മയുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനുശങ്കർ ഒഴുക്കം വട്ടി പറയണം. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഞാൻ മനുവേട്ടന് ചായ എടുത്തോണ്ടിരാന്ന് പറഞ്ഞു. വൈദ പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് വൈജയന്തി ചോദിച്ചു, എടാ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നാലെന്താ? അല്ലാൻ്റെ എനിക്ക് തിരക്കുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ തിരക്കൊക്കെ. അല്ല, ഇപ്പം ആൻറ്റിക്ക് ഇവിടെ സുഖമാണല്ലോ അല്ലേ? അതെന്താടാ മനുവിനെ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, അലീന ഉള്ളതുകൊണ്ട് ഇവിടെ ആൻറ്റിക്ക് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമൊന്നും പറഞ്ഞോണ്ടല്ലേ അവിടെ വന്ന് നിന്നത്. അലീന പോയി കഴിഞ്ഞപ്പോഴത്തേനും സമാധാനം സന്തോഷമൊക്കെ ആയി കാണുമല്ലോ. അതെ, ആ ഒരുമ്പെട്ടവള് പോയതോട് കൂടിയിട്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഇപ്പം എനിക്ക് സന്തോഷം സമാധാനം മാത്രമേ ഉള്ളൂ. അവളെന്തൊരു പിശാശ് ഇവിടെ കടിച്ചു തൂങ്ങിക്കിടന്നപ്പം എനിക്ക് എത്ര ബുദ്ധിമുട്ടായിരുന്നു അറിയാവോ? അത് കേട്ടത് മനു പറഞ്ഞു, അത് ആൻറ്റിയുടെ വെറും തോന്നൽ മാത്രം. തോന്നലൊന്നും അല്ലടാ, ഞാൻ അനുഭവിച്ച വേദന എനിക്കല്ലേ അറിയത്തുള്ളൂ. അവൾ ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അവളൊന്ന് പിശാച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിന് തന്നെ ഒരു സന്തോഷ സമാധാനമായി. അതെ, കുടുംബത്തിലെ സന്തോഷത്തെ കുറിച്ചൊന്നും ആൻറ്റി പറയേണ്ട കാര്യമില്ല. ആൻറ്റിക്ക് സന്തോഷ സമാധാനമായെന്ന് പറഞ്ഞാൽ മതി. അതെന്താടാ നീ അങ്ങനെ ഒരു വർത്താനം പറയണേ? അല്ല, ഞാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ നീ എപ്പോഴും അവളോടൊപ്പം അല്ലേ നിൽക്കുള്ളൂ. അവളുടെ ഭാഗത്താ ന്യായം പറഞ്ഞല്ലേ നിൽക്കുള്ളൂ. ആൻറ്റി, ഞാൻ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്തോ നിൽക്കുള്ളൂ. അലീന പാവമായിരുന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ ഒരു പാവം, അതും അവള്. എടാ, നാണം ഉണ്ടോടാ നിനക്ക് ഇങ്ങനെ പറയാനായിട്ട്? എവിടെയോ കിടന്ന് പിഴച്ചുണ്ടായൊരു സന്തതി, എന്നിട്ട് അവളെ ഇവിടെ വിളിച്ചു കയറ്റിക്കൊണ്ടൊന്ന് മകളാന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ താമസിപ്പിച്ചിരിക്കുന്നു. ആൻറ്റി, അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നിനക്ക് അവളെക്കുറിച്ച് പറയുമ്പോൾ പണ്ടേ പിടിക്കത്തില്ലോ. അല്ല,
ആൻറ്റി അലീനെ ഇത്ര കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, ആൻറ്റി സ്വന്തമായിട്ടൊന്ന് നോക്കിയേ, ആൻറ്റി പെർഫെക്റ്റ് ആണോന്ന് ചോദിച്ചു. എന്താടാ, എനിക്ക് എന്താടാ പ്രശ്നം ഇരിക്കണമെന്ന് ചോദിച്ചു. അല്ല, സ്വന്തമായിട്ടൊന്ന് ചെന്ന് നോക്കി അറിയാം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവനവൻ്റെ കുറ്റം കൂടെ ഒന്ന് കണ്ടെത്തിയിട്ട്. എന്താടാ മനു, നീ എന്തോ കുത്തി പറയുന്ന പോലെ, നീ എന്തോ മനസ്സിൽ കരുതി വെച്ചിട്ടാണല്ലോ. സത്യം പറയടാ, എന്താന്ന് ചോദിച്ചു. ഓ, ഞാനിപ്പോൾ എന്ത് പറയാനാ. അല്ല, നീ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. പെട്ടെന്ന് വൈജയന്തിക്ക് ടെൻഷനായി. എന്താണ്, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അപ്പം അലീന ആഗ്രഹ കഥയൊക്കെ വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അലീന അത് മനുവിനോട് പറഞ്ഞു എന്നൊരു ടെൻഷനായിരുന്നു. അപ്പോഴേക്കും മനു ചോദിച്ചു, ആൻറ്റി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ആൻറ്റി ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യം ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു. ദേ മനു, നീ എന്തോ മനസ്സിൽ വെച്ചാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് കാര്യമാണെങ്കിലും എന്നോടൊന്ന് തുറന്നു പറ. അല്ല ആൻറ്റി, ആൻറ്റി അലീനയെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. ആൻറ്റി ജീവിച്ച ജീവിതം എങ്ങനെയാന്ന് ആൻറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനു മുമ്പ് ആഗ്രയിലൊക്കെ ജീവിച്ചല്ലേന്ന് ചോദിച്ചു. ഒരു നിമിഷം തലയ്ക്ക് അടിയേറ്റ പോലെ പോയി വൈജയന്തിക്ക്. എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നറിയില്ല. അപ്പോഴേക്കും കൃഷ്ണമോളും ഭവിതയും കൂടെ ചായക്കായിട്ട് വന്നു. ഇതേ മനുവേട്ട ചായ എന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യങ്കട്ടൻ ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, ഇതേ അച്ഛനും കൊടുക്കണം എന്നും പറഞ്ഞിട്ട് കൃഷ്ണമോൾ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. മനുശങ്കർ പതുക്കെ ചായ കുടിച്ച് പെട്ടെന്ന് ഭവിതയുമായിട്ട് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. വൈജയന്തിയുടെ ആ ടെൻഷൻ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ചായ കുടിച്ചതിന് ശേഷം മനുശങ്കർ നേരെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. അപ്പോഴേക്കും കൃഷ്ണമോൾ ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. ആ മനുവോ, കുറച്ച് ദിവസങ്ങളായി നിന്നെ ഒന്ന് കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അല്ല, എന്താ അങ്ങളെ വെറുതെ? അല്ല, നിന്നെ കാണാൻ പോലും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാ. എനിക്കാണെങ്കിൽ ഇവിടെ തിരക്കും കാര്യങ്ങളാണ്, നിനക്കറിയാലോ. ഷോപ്പിലെ തിരക്കുകളും കാര്യങ്ങളും. രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരം ആയിരിക്കും വരുന്നേ. അല്ല, അങ്കിളിനെ അലീനെ വിളിച്ചോന്ന് ചോദിച്ചു. അവളെ ഇടയ്ക്ക് വിളിക്കുമെന്ന് പറഞ്ഞു. അവൾക്ക് അവിടെ സുഖമാണോ? പിന്നെ സുഖമാണോന്നോ? അവൾക്ക് അവിടെ നല്ല സുഖമാണ്. എന്താണല്ലോ ഇവിടത്തെ പോലെ ആട്ടും തുപ്പൊന്നും കേൾക്കേണ്ട വരത്തില്ല. ഈ സമയത്ത് മനു പറഞ്ഞു, അല്ല ഇനിയിപ്പം അങ്കിളും ആൻറ്റിയും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? എന്താണെങ്കിലും നിങ്ങൾ ഒരു വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുക. അപ്പം പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചുകൂടെ? ഒരാൾ മുകളിലും ഒരാൾ താഴെയുമായിട്ട്. അത് ശരിയാണോ അങ്കിളേന്ന് ചോദിച്ചു. ശരിയാണോന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ എന്താ മനു ഞാൻ മറുപടി പറയണേ? എന്താണെങ്കിലും അവളുടെ സ്വഭാവം നിനക്കറിയാലോ. അവളെ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞിട്ട് അവൾ നിൽക്കുന്നേ. വിട്ടുകൊടുക്കാൻ ഭാവമില്ല. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പിടി കൊടുക്കാനായിട്ട് ഞാനും ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും നാളും അവൾ പറയുന്നതൊക്കെ അനുസരിച്ച് ഞാൻ ജീവിച്ചു. പക്ഷെ എനിക്കിപ്പോൾ എൻ്റേതായ സ്റ്റാൻഡുണ്ട്. ഒന്നുമല്ലേലും ഞാനാണല്ലേ. ഇത്രയും നാളായില്ലേ അവളെന്നെ ഓരോ ദിവസം ചവിട്ടി തേച്ചോണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ആക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴെൻ്റെ കയ്യിലൊരു ബോംബുണ്ട്. അത് ഞാൻ പൊട്ടിക്കും മനു, അധികം വൈകാതെ. എന്നിട്ടാ ഞാൻ അടങ്ങത്തുള്ളെന്ന് പറഞ്ഞു. ഞങ്ങളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണോ? വേണോടാ. അല്ലാതെ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നിടത്തോണ്ടായിരിക്കണേ. എൻ്റെ മനസ്സൊരുങ്ങുന്നത് എന്താണെന്നറിയാവോ? അവളുടെ വിചാരം അവൾ ഏതാണ്ട് ജയിച്ചു. അലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ ജയിച്ചെന്ന് വിചാരിച്ചോണ്ട് അവൾ ഈ വീട്ടിൽ നിൽക്കുന്നേ. പക്ഷെ അവൾക്കറിയത്തില്ലല്ലോ വരാൻ പോകുന്ന പേമാരിയും കൊടുങ്കാറ്റും എന്താന്നുള്ളത്. അവളുടെ ജയം അത് തോൽവിയാക്കി എനിക്ക് കാണിച്ചു കൊടുക്കണം. അവൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ഞാൻ കാണുമെന്ന് പറഞ്ഞു. അപ്പോഴിപ്പോഴത്തെ ഈ അഹങ്കാരമൊന്നും കാണത്തില്ല. മനുഷ്യങ്ങനെ മനസ്സിലായി അങ്ങനെയൊന്നും ബാലേന്ദ്രനും വിട്ടുകൊടുക്കില്ല എന്ന്. കാരണം ബാലേന്ദ്രൻ അനുഭവിച്ച വേദന ബാലേന്ദ്രനെ അറിയത്തുള്ളൂ. അലീനെ പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അത് ബാലേന്ദ്രൻ പറയുകയും ചെയ്തു. അവളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അച്ഛ ഫുഡ് അല്ലെങ്കിൽ മരുന്നെന്നും പറഞ്ഞുകൊണ്ട്. ഒന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കൃഷ്ണമോളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവളാണെങ്കിൽ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പക്ഷേ അലീനയുടെ കുറവ് തന്നെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനു പറഞ്ഞു, എങ്കിൽ പിന്നെ അങ്കിൾ എന്തിനാ അവളെ പറഞ്ഞു വിട്ടെ? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? എടാ, പറഞ്ഞു വിടാൻ ഇഷ്ടമുണ്ടായിട്ടാണോ? നിന്റെ ആൻറ്റി വീട്ടിലേക്ക് വരില്ല എന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചോണ്ട് അവൾ തന്നെ പറഞ്ഞിട്ട് അവൾ തന്നെ പോയതല്ലേ. ഞാൻ അവളോട് പറഞ്ഞു ഇവിടെ നിന്നോളാനായിട്ട്. ആരെങ്കിലും വൈജയന്തി ഇങ്ങോട്ടേക്ക് തിരികെ വരണമെന്ന് എനിക്ക് ഒരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ അവളാണ് സമ്മതിക്കാത്ത. അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. മനു പറഞ്ഞു, അല്ല എത്ര നാൾ അവളെ അവിടെ നിർത്താനാ? അതിനിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അവൾക്ക് അവിടെ ഇഷ്ടപ്പെടുകയാണ്, അവളവിടെ നിൽക്കട്ടെ. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നെടുത്ത് അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ നിമിഷം ഇങ്ങോട്ട് വിളിച്ചേക്കാനായിട്ട്. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് അവിടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലടാന്ന് പറഞ്ഞു. ഈ സമയത്ത് സ്റ്റാലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിക്ക് ആ പാട്ട് ടെൻഷനാണ്. അപ്പോഴേക്കും അത് കുടിച്ചാൻ അങ്ങോട്ട് വന്നു. എടാ, നീ ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? വീണ്ടും തുടങ്ങിയെന്ന് ചോദിച്ചു. എൻ്റെ അപ്പച്ചൻ ഇവിടെ ഇരിക്കുക. അപ്പച്ചനൊന്നും ഒഴിക്കട്ടെ, എനിക്കിപ്പോൾ വേണ്ട. ഓ, അല്ലെങ്കിലും അപ്പച്ച പഴയതുപോലെ ഒന്നും അല്ല അപ്പച്ചന്.
എടാ ഇങ്ങനെ എപ്പോഴും ഇരുത്തും മദ്യപിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ അപ്പച്ച ഈ പെണ്ണുങ്ങളല്ല എങ്ങനെയാണോ ഈ സ്ത്രീകളല്ല? അതെന്താ മനുഷ്യനൊരു സ്വസ്ഥതയെ സമാധാനം തരില്ലെന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണോ? എന്താടാ ഇപ്പം? അല്ല, അവളോട് ഞാൻ പറഞ്ഞ അടുക്കളക്കാരത്തിൽ പോയി ഇടപെടലെന്ന് അവള് പോയി ഇടപെട്ടു. എന്നിട്ട് ഇപ്പം ആകെപ്പാടെ നാശകോശമായി സ്വസ്ഥത സമാധാനം മുഴുവൻ പോയി. എടാ അവൾ ഇടപെട്ടതാണോ തെറ്റ്? അവളൊരു നല്ല കാര്യമല്ലേ ചെയ്തേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആമാർ ഇതുപോലത്തെ വൃത്തികെട്ട പരിപാടി കാണിക്കാൻ കൊള്ളാവോ? നീ തന്നെ കണ്ടതല്ലേ? എന്നിട്ട് നീ എന്തിനാടാ പെൺകുച്ചിനെ കുറ്റം പറയുന്നേ? അപ്പച്ച അവർ ഇന്നലെയൊന്നും അല്ല അടുക്കള കയറിയത്, അറിയാലോ. ഇവിടെ പല പല ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അവർ വരണൊക്കെ സമയത്ത് ഈ പൗലോസ് നല്ല ഒന്നാന്തരമായിട്ട് വെച്ച് വിളമ്പുന്നുണ്ട്. എനിക്ക് അവനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അപ്പം പിന്നെ എടാ അത് അവൻ്റെ ഡ്യൂട്ടി അല്ലേ അലീനെ പറയുന്ന പോലെ ചെയ്യുന്നേ. അവനതിന് ശമ്പളവും മേടിക്കുന്നുണ്ടല്ലോ. ഓ അല്ലെങ്കിലും അപ്പച്ചൻ അവളുടെ ഭാഗത്തല്ലേ. എടാ അവള് പറയുന്നതിന് ന്യായമുണ്ട്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര നാളും പറ്റിക്കുമായിരുന്നല്ലോ ചെയ്തേ. ഇപ്പം അവളത് ചോദിച്ചു. എന്നാലും അവൾ എന്താ പറഞ്ഞേ? കേണൽ സാബിൻ്റെ മകളാണ് ഞാൻ, അപ്പം ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതിയെന്ന്. ഞാനതൊക്കെ ക്ലബിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അവിടെ എല്ലാവരുടെയും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനായിട്ടിരുന്ന അപ്പോഴാണ് അവളിത് വിളിച്ചു പറയുന്നത്. എടാ അത് അവൾ വിളിച്ചു പറഞ്ഞു കേട്ടപ്പം എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയാവോ ലാലിച്ച. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഈ അപ്പച്ചനോട് പറയുന്നത് എന്നെ വേണം. എന്നാലും അവളുടെ സ്വഭാവം കണ്ടില്ലേ? അല്ല ബാക്കിയെല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അപ്പച്ചൻ്റെ ചിന്നമ്മ ഇങ്ങനെ ആയിരുന്നോ? എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ? ഇല്ലല്ലോ. അമ്മ ഒന്നും മിണ്ടത്തില്ലായിരുന്നല്ലോ. എടാ അത് എല്ലാവരും കേൾക്കൊന്നും മിണ്ടത്തില്ലായിരുന്നു. ഉറങ്ങാൻ പോകുന്ന സമയത്ത് അവളിങ്ങനെ ഓരോന്നിങ്ങനെ മൊത്തത്തിൽ പറയുമായിരുന്നു. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതെ കിടക്കും. പക്ഷേ ഇവിടുത്തെ ചിന്നമ്മയ്ക്കൊരു പ്രശ്നമുള്ളൂ, അവൾ നേരിട്ട് പറയുന്നു. പിന്നെ നിന്റെ അമ്മയെന്ന് പറയുമ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എന്നോട് മാത്രമായിട്ട് പറയണം. അത്രയും വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്റ്റാലി പറഞ്ഞു, എന്നാലും എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എടാ ലാലിച്ച ഇപ്പം നീ വേറൊന്നും നോക്കണ്ട. എടാ അവൾ നല്ലവളാടാ. പിന്നെ അടുക്കള കയറി ഭരിച്ചിട്ടാണോ? അവളോട് ഞാൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കാം. നിന്നെ വേണമെങ്കിൽ എവിടെ യാത്ര കൊണ്ടുപോകണോ, വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകണോ എല്ലാം പറഞ്ഞു കൊടുത്താ. അപ്പം അവൾക്കൊന്നും വേണ്ട. അവൾക്ക് അടുക്കള കയറി ഭരിച്ചാൽ മതി. എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പച്ചനൊരു കാര്യം ചിന്തിക്കണം. കുറച്ച് നാൾ കഴിയുമ്പോൾ അവളെ കെട്ടിച്ചു വിടില്ലേ? ഒരു 1-2 വർഷം കഴിയുമ്പോൾ അപ്പം പിന്നെ ഈ അടുക്കളക്കാരൻ നോക്കാനായിട്ട് അവൾക്ക് വന്ന് നിൽക്കാൻ പറ്റുമോ? അപ്പം ഈ ജോലിക്കാർ തന്നെ വേണ്ടേ? അത് കേട്ടപ്പോൾ അത് കുടിച്ചാനും തോന്നി അത് ശരിയാണല്ലോ എന്ന്. അതെന്താ അവള് മനസ്സിലാക്കാത്തേ? അപ്പോഴേക്കും അവത്ത് കുടിച്ചാൻ പറഞ്ഞു, നീ പറയുന്നത് കേൾക്കുമ്പോൾ അതിന് കാര്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. വേണ്ടാത്ത കാര്യങ്ങളൊന്നും കയറി തലയിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തലയിടുക തന്നെ ചെയ്യും. പക്ഷെ അവത് കുടിച്ചാൻ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അലീനെ കുറ്റം പറയുന്നത് അവത് കുടിച്ചാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവത് കുടിച്ചാൻ ഇപ്പം അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അലീനെ. തൻ്റെ ചിന്നമ്മയുടെ മറ്റൊരു പതിപ്പാന്നാണ് അവത് കുട്ടിച്ചാൻ്റെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.